നമ്മളൊരു വീട്ടിൽ വരുമ്പോൾ എന്തായാലും ആ കിച്ചണും ഡൈനിങ് ഏരിയയും കാണണം. നമ്മളിപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഈ വീട്ടിലെ കിച്ചണാണ്. നല്ല എല്ലായിടത്തും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വീടിൻ്റെ ആ ഒരു കളർ തീം കോമ്പിനേഷനിൽ തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ആവശ്യമുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 6 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലായിട്ട് ഒരു TV കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള ശില്പങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒറ്റക്കൽ ശില്പം വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണയ്ക്കായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രം, ചുവർചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ആവശ്യമായിട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതുമായിട്ട് അനുബന്ധപ്പെട്ടുള്ള വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിലെ മരം കൊണ്ട് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഇതിൽ വരുന്നത് നമ്മൾ അണ്ണാൻ ഒരു മാങ്ങ തിന്നുന്ന ഒരു ശില്പമാണ് ഈ ഒരു ഏരിയയിൽ മുഴുവനായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത്. ബാക്കി നമ്മൾ സാധാരണ കാണുന്ന ഈ വീടിൻ്റെ പതിവ് കോമ്പിനേഷൻ ഡൈനിങ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൽ നമുക്കിപ്പോൾ നമ്മളുടെ ഒരു സൈഡ് കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഉള്ളിൽ കയറി വന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളിലേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളിൽ മുഴുവനായിട്ടും നമ്മളുടെ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസാണ്, പ്രൈം ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലും മുഴുവനായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് പ്രൈം ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽസാണ്. അതിൽ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള കർവിങ്ങും അതേപോലെ തന്നെ ലാറ്ററൈറ്റിൻ്റെ ചെങ്കല്ലിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണേണ്ടത് ഇവിടെ മുറ്റത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു തുളസിത്തറ കൊടുത്തിട്ടുണ്ട്. കരിങ്കല്ലിൻ്റെ തുളസിത്തറ നല്ല മനോഹരമായിട്ട് തുളസിയും പരിപാലിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മിക്കവാറും അടുത്ത് തന്നെ നമ്മൾ പ്രൈം ലാറ്ററൈറ്റിൻ്റെ ഒരു തുളസിത്തറ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ചെങ്കല് തീർത്ത ഒരു തുളസിത്തറയും കൂടി ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറം വശത്തോടെ നമ്മൾ പോകുന്ന സമയത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് ഗ്രാനൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. തറയിലെല്ലാം മുറ്റം വിരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കരിങ്കല്ലാണ്. അതേപോലെ തന്നെ വൈറ്റ് സ്റ്റോണാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള ഇത് കാണാം. നമുക്ക് നമ്മുടെ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസിൻ്റെ വർക്ക് ഒന്ന് മുകളിലേക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റുന്നതാണ്. ക്ലാഡിംഗ് ടൈൽസ് വിത്ത് ലാറ്ററൈറ്റിൻ്റെ ഫ്ലവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിന് നേരെ അങ്ങേ സൈഡിൽ കണ്ടതുപോലെ തന്നെ ആ സൈഡിൽ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന രീതിയിലുള്ള ഒരു മരത്തിൻ്റെ ശില്പമാണ് കണ്ടിരുന്നതെങ്കിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ നമ്മളൊരു പഴയ ഒരു ചക്രത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശില്പമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീർത്തും വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽസിനെ ഹൈലൈറ്റ് ചെയ്ത് ഇത്രത്തോളം ഭംഗിയാക്കാൻ ഈ ടൈലിൻ്റെ ഭംഗി ഇത് വരുമ്പോൾ കിട്ടുന്നുണ്ട്, ഇതിൻ്റെ ഭംഗി ടൈലിന് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് തീമിലേക്ക് ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് കൊടുത്തു കഴിഞ്ഞാൽ എടുത്ത് കാണിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണിത്. നമ്മൾ ഈ വീടിൻ്റെ വശങ്ങളിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് അനുസരിച്ചായിട്ട് ഈ വീടുണ്ടാക്കിയത് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ഓരോ ഭാഗത്തും കാണേണ്ടത് ഓരോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിനകത്ത് നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് തീർത്തും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. താഴത്തെ ഭാഗത്ത് മരം കൊണ്ടും പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്ലാഡിങ് ഉപയോഗിച്ചിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ചക്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ കാണിക്കുന്നത് ക്ലാഡിങ് ടൈൽ എക്സ്റ്റീരിയർ കൂടെ കൊടുത്തിരിക്കുന്നതാണ്. അതിന് ഭംഗി ഈ ഓടിട്ടത് കാരണം പ്രത്യേകിച്ച് എടുത്ത് കാണാനും ഉണ്ട്. പിന്നെ അതിന് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. രാത്രി കാലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റിൻ്റെ ബ്ലാക്കും റെഡും ഇതിലുള്ള കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ വരുമ്പോൾ ഒരു കാർ പോർച്ച് വരുന്നുണ്ട്. പോർച്ചിൽ 4 പില്ലറിലും നമ്മളുടെ പ്രൈം ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽസ് ഉപയോഗിച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. താഴെ ഗ്രാനൈറ്റും മുകളിലേക്ക് ലാറ്ററൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ ലാറ്ററൈറ്റിനെ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഭിത്തിയിൽ മുഴുവനായിട്ട് ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽസ് കൊടുത്തിട്ട് നമ്മൾ ലാറ്ററൈറ്റിൻ്റെ തന്നെ ഫ്ലവറിലേക്ക് തന്നെ ഇവിടെയും എടുത്ത് പറയേണ്ടത് ശംഖും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഇങ്ങനെ ഏകദേശം ഒരു 5 ഫ്ലവർ വന്നിട്ടുണ്ട്. ലാറ്ററൈറ്റിൻ്റെ മോൾഡ് ചെയ്തിട്ടുള്ള ബീഡിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 ആന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നല്ല ഇതിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനയുടെ ശില്പങ്ങൾ കാണിക്കുന്നത്. ആന കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഇപ്പോൾ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്, മുകളത്തെ നിലയിലേക്ക്. പിന്നെ മുറ്റത്ത് നമുക്ക് ആ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ടൈലിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഡിസൈൻ വർക്കുള്ള ടൈലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇങ്ങോട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ലാറ്ററേറ്റും അതേപോലെ തന്നെ വുഡും ചേർന്ന് വരുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം നമുക്ക് അത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെങ്ങലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും സമയങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇരിപ്പിടം കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചീത്തയാവാത്ത രീതിയിൽ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രാനൈറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തത്. ഇതേപോലെ തന്നെ ഇതിൻ്റെ നേരെ മുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ നല്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ നേരെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഈ ഗാർഡൻ്റെ ഭാഗമായിട്ട് നല്ല പ്ലാവും മാവും ഒക്കെ ഒരുപാടുണ്ട്. നല്ല സംഗീതം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്നുകൂടെ ഉയർന്ന് ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ഒരു പോർച്ചിൻ്റെ സൈഡ് ഒരുക്കിയിട്ടുണ്ട്. 4 പില്ലറും മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മളെ ക്ലാഡിങ് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് എല്ലാ ഭാഗത്തേക്കും കാണാൻ പറ്റുന്ന രീതിയിൽ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു മടുപ്പില്ലാത്ത രീതിയിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും കണ്ടിരിക്കാനും പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ വീടൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടാൻ പറ്റുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ജസ്റ്റ് വാഷ് ചെയ്യാനുള്ള വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ ഈ വീടിൻ്റെ ഇനിയും നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയും ആണ് ഈ വീട്ടിൽ ഇവിടെ ക്ലയൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു സമയത്ത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇവിടെ ചിത്രീകരണം നമുക്ക് തുടരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.